നമസ്കാരം. തേർഡ് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ഡിജിറ്റൽ ആസക്തി. പോലീസ് ഇതുവരെ രക്ഷിച്ചത് 1700 കുട്ടികളെ. ഡിജിറ്റൽ ലഹരിക്ക് അടിമകളായ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പോലീസ് നടപടി ശക്തമാക്കി. ഓൺലൈൻ ഗെയിമുകൾ, സമൂഹ മാധ്യമങ്ങൾ, അശ്ലീല വെബ്സൈറ്റുകളിലടക്കം അടിമകളായി ജീവിതം കൈവിട്ടു പോകുന്ന കുട്ടികൾക്കാണ് പോലീസ് രക്ഷകരാകുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിലാണ് നിലവിൽ കേന്ദ്രങ്ങളുള്ളത്. എല്ലാ ജില്ലകളിലും തുറക്കാൻ സർക്കാരിന് ശുപാർശ നൽകി. 35 കോടി ചിലവ് വരും. തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗത്തിനാണ് DDADന്റെ ഏകോപന ചുമതല. ചൈൽഡ് സൈക്കോളജിസ്റ്റ്, പോലീസ് കൗൺസിലർ എന്നിവർ കേന്ദ്രങ്ങളിലുണ്ട്. സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം സംബന്ധിച്ച് കുട്ടികൾക്ക് ക്ലാസുകൾ നൽകും. ഏറ്റവും കൂടുതൽ 14നും 17നും വയസ്സിനിടയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഡിജിറ്റൽ ആസക്തിയുള്ളവരിൽ ഏറെയും. കുട്ടികളിൽ എത്രത്തോളം ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കിയാകും കൗൺസിലിംഗ്, തെറാപ്പി, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ, മാനസികാരോഗ്യ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സൈബർ സെൽ എന്നിവയുടെ സഹായത്തോടെയാണ് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മനസ്സിലാക്കുന്നത്. MP ശമ്പളം വർദ്ധിപ്പിച്ച് ഉത്തരവായി. പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങളുടെ ശമ്പളം, അലവൻസ്, പെൻഷൻ എന്നിവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. ശമ്പളം നിലവിലെ 1 ലക്ഷം രൂപയിൽ നിന്ന് 1.24 ലക്ഷം രൂപയായും, പ്രതിദിന അലവൻസ് 2000 നിന്ന് 2500 രൂപയായും, പെൻഷൻ തുക 25,000 രൂപയിൽ നിന്ന് 31,000 രൂപയുമായാണ് വർദ്ധിപ്പിച്ചത്. വർധന 2023 ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് നടപ്പാക്കുന്നത്. ശമ്പള ഇനത്തിൽ 5 ലക്ഷത്തിൽ അധികം രൂപ കുടിശ്ശിക ലഭിക്കും. പെൻഷൻ ആനുകൂല്യമായി 5 വർഷത്തിന് ശേഷം ലഭിക്കുന്ന അധിക തുക 2,500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. 2018 ഏപ്രിലാണ് ഇതിനു മുൻപ് വേതനവും അലവൻസും പരിഷ്കരിച്ചത്. ജീവിത ചെലവിനനുസൃതമായി ശമ്പളം വർദ്ധിപ്പിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വിജയുടെ ജനനായകൻ ജനുവരി 9 പ്രദർശനത്തിനെത്തും. വിജയുടെ അവസാന ചിത്രം എന്ന വിശേഷണതയോടെ എത്തുന്ന ജനനായകൻ അടുത്ത വർഷം 9 തിയേറ്ററുകളിൽ എത്തുന്നു. പൊങ്കൽ റിലീസായി പ്രദർശനത്തിനെത്തുന്ന വിവരം നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വർഷം ഒക്ടോബറിൽ ചിത്രം പ്രദർശനത്തിന് എത്തുമെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. കേരളം എടുക്കാൻ പോകുന്നു എന്ന് സുരേഷ് ഗോപി. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി കേരളം മൊത്തം നമ്മളങ്ങ് എടുക്കാൻ പോവുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന അധ്യക്ഷ പദവി ഭാരിച്ച ഉത്തരവാദിത്തമല്ല. രാജീവ് ചന്ദ്രശേഖറിന് നിഷ്പ്രയാസം സാധിച്ചെടുക്കാവുന്ന ഉദ്യമം മാത്രമാണിത്. രാജഗോപാൽ മുതലുള്ള മുൻ അധ്യക്ഷന്മാർ പാർട്ടിയെ ഓരോ പടിയും മുന്നോട്ടാണ് നയിച്ചതെങ്കിൽ ഇനി അതുക്കും മേലെയാണ് കാണാൻ പോകുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. കലാലയ ആത്മഹത്യകൾ അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന് സുപ്രീം കോടതി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സുപ്രീം കോടതി 10 അംഗ ദേശീയ ദൗത്യസേന രൂപീകരിച്ചു. കേരളത്തിൽ വിവാദമായ വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണവും കോടതി ചൂണ്ടിക്കാട്ടി. ജാതി വിവേചനം, റാഗിംഗ്, ലൈംഗികാതിക്രമം, പഠനഭാരം തുടങ്ങിയ കാരണങ്ങളാൽ ആത്മഹത്യ വർദ്ധിക്കുന്നതായി കോടതി പറഞ്ഞു. സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി S രവീന്ദ്ര ഭട്ടാണ് ദൗത്യസേനയുടെ അധ്യക്ഷൻ. ഡൽഹി IITയിൽ ജാതി വിവേചനം നേരിട്ടതിനെ തുടർന്ന് പട്ടിക വിഭാഗത്തിലെ ആയുഷ്, അഷ്ന, അനിൽകുമാർ എന്നിവരുടെ ആത്മഹത്യ സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കവെയാണ് ഇടപെടൽ. 2 സംഭവങ്ങളിലും കേസെടുത്ത് അന്വേഷിക്കാൻ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകി. ഇത്തരം വിഷയങ്ങളിൽ ഉടനടി FIR എടുക്കണമെന്നും നിർദ്ദേശം നൽകി. 100 ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ അംഗീകാരം. സംസ്ഥാനത്തെ 100 ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാരം NABH ലഭിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലെ 61 ആയുർവേദ ഡിസ്പെൻസറികൾക്കും 1 സിദ്ധ ഡിസ്പെൻസറിക്കും ഹോമിയോപ്പതി വകുപ്പിലെ 38 ഡിസ്പെൻസറികൾക്കുമാണ് അംഗീകാരം ലഭ്യമായത്. ഇതോടെ ആകെ 250 ആയുഷ് സ്ഥാപനങ്ങൾക്കാണ് NABH അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം, രോഗി സൗഹൃദം, സുരക്ഷ, ഔഷധ ഗുണമേന്മ, അണുബാധ നിയന്ത്രണം എന്നിവ ഉൾപ്പെടെയുള്ള സേവന നിലവാരങ്ങൾ വിലയിരുത്തിയാണ് അംഗീകാരം ലഭിച്ചത്.
നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 2-ന് ആറാട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. ATM ഫീസ് വർദ്ധിപ്പിക്കുന്നു. ATM ഇന്റർചേഞ്ച് ഫീസ് വർദ്ധിപ്പിക്കാൻ അംഗീകാരം നൽകി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സാമ്പത്തിക ഇടപാടുകൾക്ക് 2 രൂപയും സാമ്പത്തികേതര ഇടപാടുകൾക്ക് 1 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. RBIയുടെ ഈ തീരുമാനം മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്റർചേഞ്ച് ഫീസ് വർദ്ധിപ്പിച്ചത് ബാങ്കുകൾക്ക് അധിക സാമ്പത്തിക ഭാരം നൽകുമെങ്കിലും ഇത് ഉപഭോക്താക്കളെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്റർചേഞ്ച് ഫീസ് പരിഷ്കരിച്ചപ്പോഴെല്ലാം ബാങ്കുകൾ ഈ അധിക ഭാരം ഉപഭോക്താക്കളിലേക്ക് കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ ഉപഭോക്താക്കൾക്കുള്ള ഫീസ് വൈകാതെ വർദ്ധിപ്പിച്ചേക്കും. കാർഡ് നൽകുന്ന ബാങ്ക്, പണം പിൻവലിക്കാൻ കാർഡ് ഉപയോഗിക്കുന്ന ബാങ്കിന് നൽകുന്ന ചാർജാണ് ATM ഇന്റർചേഞ്ച് ഫീസ്. ഈ ഫീസ് സാധാരണയായി ഇടപാടിന്റെ 1%. ശമ്പള പരിഷ്കരണം തീരുമാനിച്ചിട്ടില്ല എന്ന് ധനമന്ത്രി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തെ പറ്റി തീരുമാനിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വാർഷിക പദ്ധതി ചെലവ് ട്രഷറിയിൽ നിന്നുള്ള കണക്കുപ്രകാരം 83%. തദ്ദേശ സ്ഥാപനങ്ങളുടെ ചെലവ് 103%. ഇതിൽ മുൻവർഷം പണം നൽകാതെ മാറ്റിവെച്ച ചെലവുമുണ്ട്, മന്ത്രി പറഞ്ഞു. ഓഫീസ് ഏർപ്പെടുത്തിയ ഓഫീസുകളിൽ ഓഫീസ് അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ് എന്നിവർ വിരമിച്ചാൽ പകരം കരാർ നിയമനം മതിയെന്ന് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി സർക്കാർ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം മാറ്റിയെന്നും ബാലഗോപാൽ പറഞ്ഞു. ബജറ്റിൽ ലക്ഷ്യമിട്ട വരുമാനത്തിന്റെ 82.67% ഈ വർഷം ഇതുവരെ സമാഹരിക്കാനായെന്ന് അക്കൗണ്ടന്റ് ജനറൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കാപ്പി കയറ്റുമതിയിൽ കുതിപ്പ്. രാജ്യത്തെ കാപ്പി കയറ്റുമതിയിലെ കുതിപ്പ് തുടരുന്നു. നടപ്പ് സാമ്പത്തിക വർഷം ഫെബ്രുവരി വരെയുള്ള 11 മാസ കാലയളവിൽ കയറ്റുമതിയിൽ 40% വർധന. ഈ കാലയളവിൽ $154 കോടി കാപ്പിയാണ് വിവിധ രാജ്യങ്ങളിലേക്കായി കയറ്റി അയച്ചത്. മുൻവർഷം ഇതേ കാലയളവിൽ കയറ്റുമതി $110 കോടി ആയിരുന്നു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഫെബ്രുവരിയിൽ മാത്രം $17.86 കോടി കയറ്റുമതി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലേതിനേക്കാൾ 22% വർധന. ഏറ്റവും കൂടുതൽ കാപ്പി കയറ്റുമതി ചെയ്യുന്നത് ഇറ്റലിയിലേക്കാണ്. രാസപരിശോധനാ ലാബിൽ ആദ്യമായി ഇന്റേൺഷിപ്പ്. സർക്കാരിന്റെ രാസപരിശോധനാ ലാബിൽ ആദ്യമായി ഇന്റേൺഷിപ്പിന് അവസരം നൽകുന്നു. ഫോറൻസിക്, രസതന്ത്രം, ബയോകെമിസ്ട്രി മേഖലകളിലുള്ള ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥികൾക്കാണ് ഇന്റേൺഷിപ്പ് ആരംഭിച്ചത്. ഡിസ്കിന്റെ DWMS സോഫ്റ്റ്വെയർ വഴി തിരഞ്ഞെടുത്ത 10 പേർക്കാണ് ആദ്യം ഇന്റേൺഷിപ്പിന് അവസരം നൽകിയത്. 1600 പേരാണ് ഇന്റേൺഷിപ്പിനായി അപേക്ഷിച്ചിരുന്നത്. അഭിമുഖം, പോലീസ് വെരിഫിക്കേഷൻ എന്നിവയ്ക്ക് ശേഷമാണ് പരിശീലനത്തിനായി വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തത്. ചീഫ് കെമിക്കൽ എക്സാമിനർ രഞ്ജിത്ത് ഇന്റേൺഷിപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കായിക ലോകം. മികച്ച ബൗളറായി വിഘ്നേഷ്. IPL അരങ്ങേറ്റത്തിൽ 3 വിക്കറ്റ് നേട്ടത്തോടെ തിളങ്ങിയ പെരിന്തൽമണ്ണ കുന്നപ്പള്ളി സ്വദേശി വിഘ്നേഷ് മുംബൈ ഇന്ത്യൻസിന്റെ മികച്ച ബൗളറായും തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇരട്ടി സന്തോഷത്തിൽ ജന്മനാട്. മത്സരശേഷം മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ നടന്ന ചടങ്ങിൽ ടീം ഉടമ നിത അംബാനി വിഘ്നേഷിനെ മികച്ച ബൗളറായി തിരഞ്ഞെടുത്ത് സമ്മാനം കൈമാറുന്ന വീഡിയോ ആനന്ദ കണ്ണീരോടെയാണ് വീട്ടുകാരും ബന്ധുക്കളും കണ്ടു തീർത്തത്. സാമൂഹിക മാധ്യമത്തിലൂടെ മുംബൈ ടീം ഓരോ വീഡിയോ പുറത്തുവിടുമ്പോഴും വിഘ്നേഷ് കളിച്ചു വളർന്ന ജോളി റോവേഴ്സ് ക്ലബിലും PTM കോളേജിലെയും നാട്ടിലെയും സുഹൃത്തുക്കൾക്കിടയിലും സന്തോഷം അലതല്ലി. പുതിയ താരോദയം മലയാളികൾ ഏറ്റെടുത്തതോടെ മത്സരത്തിന് മുൻപ് 20K ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന വിഘ്നേഷിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മത്സരശേഷം 2 ലക്ഷം ഫോളോവേഴ്സിലേക്കും കുതിച്ചുയർന്നു. മഹേന്ദ്ര സിംഗ് ധോണി ചുമലിൽ തട്ടി അഭിനന്ദിക്കുന്ന വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനകം കണ്ടത്. ക്രിക്കറ്റ് മത്സരത്തിനിടെ മുൻ ക്യാപ്റ്റൻ തമീം ഇക്ബാലിന് ഹൃദയാഘാതം. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിന്റെ മുൻ നായകൻ തമീം ഇക്ബാലിന് മത്സരത്തിനിടെ ഹൃദയാഘാതം. ധാക്ക പ്രീമിയർ ലീഗിനിടെയാണ് താരത്തിന് ഹൃദയാഘാതമുണ്ടായത്. തുടർന്ന് 36-കാരനായ തമീം ഇക്ബാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടൂർണമെന്റിൽ മുഹമ്മദൻ സ്പോർട്സ് ക്ലബിന്റെ നായകനായ തമീമിന് ഷിനെപുക്കൂർ ക്രിക്കറ്റ് ക്ലബിനെതിരായ മത്സരത്തിൽ ആദ്യ ഓവറിൽ ഫീൽഡ് ചെയ്യുമ്പോഴാണ് വേദന അനുഭവപ്പെട്ടത്. ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം താരത്തെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ച് ആൻജിയോഗ്രാമിനും ആൻജിയോപ്ലാസ്റ്റിക്കും വിധേയനാക്കി. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ.
രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പാണ് പ്രധാനമായും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ കാരണമാകുന്നത്. എന്നാൽ ചില ഭക്ഷണങ്ങൾ ശീലമാക്കിയാൽ ഈ ബ്ലോക്കുകൾ അലിഞ്ഞു പോകുകയും രക്തക്കുഴലിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് തടയുകയും ചെയ്യും. നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. കൊളസ്ട്രോൾ ലെവലാക്കി നിലനിർത്താൻ ബദാം സഹായിക്കുന്നു. വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം കൊളസ്ട്രോളിൽ നിന്ന് രക്തധമനികളെ സംരക്ഷിച്ച് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിനുകളും മിനറൽസും ഏറ്റവും അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുന്തിരി. ഹൃദയത്തെ ഹെൽത്തിയാക്കാൻ മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും മിനറൽസും സഹായിക്കുന്നു. 2.5 കപ്പ് ഓട്സ് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ ലെവൽ നിലനിർത്താൻ സഹായിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു. കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന മത്സ്യമാണ് സാൽമൺ. ബീൻസിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ബീൻസ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.